ഒളിമ്പിക് സ്വർണവും ഇന്ത്യൻ താരത്തിന് സ്വന്തമായുള്ളപ്പോഴും പാഠമായത് ഉഷയ്ക്ക് അനുഭവക്കുറവ് കൊണ്ട് സംഭവിച്ച പിഴവുകൾ തന്നെ. PT ഉഷ 60ൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഉഷ തെളിയിച്ച വഴിയെ കടന്നു വന്ന എത്രയോ താരങ്ങള് രാജ്യത്തിന്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്നു. മഴയായാലും വെയിലായാലും മഞ്ഞായാലും ഇവിടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സർക്കിട്ട് ഉണ്ട്, പിന്നെ ഓരോ കവലകളിൽ പിന്നെ കടകളിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ 82-83 കാലഘട്ടത്തിൽ ഇവിടെ 1ാം ക്ലാസ്സിൽ വരുമ്പോഴും പോത്തറിഞ്ഞേട്ടൻ്റെ സൗണ്ട് ഞാൻ കേട്ടൊന്നും ഇവിടെ. എനിക്കിപ്പോൾ ഇന്നിപ്പോൾ 50 വയസ്സായി. ഇപ്പോൾ വരുമ്പോഴും പോത്തറിഞ്ഞേട്ടൻ ഇതേപോലെ തന്നെ ഇന്ന് വായിക്കും. പൊതുപ്രവർത്തനത്തിന് ഉള്ള ആളാണ്, എനിക്കറിയാവുന്ന ആളാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഉടനെ പോയി ചെയ്തു കൊടുക്കും. അതിനൊരു പാരിതോഷികം പോലും പോത്തറിഞ്ഞേട്ടൻ വാങ്ങിക്കാറില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഉപകാരം ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. 1975 മുതൽ പത്രവായന തുടങ്ങിയിട്ടുണ്ട്. പത്രവായന തുടങ്ങാനുള്ള കാരണം ഞാൻ ചായക്കടയിൽ ഇരിക്കുമ്പോൾ എന്നെ പല മുതിർന്നവരും പത്രം ഉറക്കെ വായിച്ചു കേൾപ്പിക്കണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിചയത്തിൻ്റെ മേലെ ഞാൻ വായന ആരംഭിച്ചതാണ്. ഇപ്പോൾ പത്രം ഉറക്കെ തന്നെ വായിച്ചാലേ എനിക്കും മനസ്സിലാകുകയുള്ളൂ. പിന്നെ അതുകൂടാതെ ജനങ്ങളും മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് ഒച്ചത്തിൽ തന്നെയുള്ള വായന ഞാൻ തിരഞ്ഞെടുത്തത്. കൈതാരം ഒരു സാധാരണക്കാരും തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന ഒരു റിമോട്ട് ഏരിയ ആണ്. ആ പ്രദേശത്തെ ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. മിക്കവാറും കാര്യങ്ങൾ പൗത്തഞ്ഞോട് ചോദിച്ചാൽ അവർക്ക് എല്ലാവരും കിട്ടും. ഏതൊരു വിവരവും ഏതൊരു പരസ്യവും ഏതൊരു അറിയിപ്പുകളും ആ പത്രത്തിലൂടെ ലഭിക്കുന്നത് പൗത്തഞ്ഞോട് ചോദിച്ചിട്ടാണ് ആളുകൾ എല്ലാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഗ്രാമീണ മേഖലക്ക് വലിയ പ്രയോജനം അദ്ദേഹത്തിന്റെ വായന കൊണ്ട് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതുപോലെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഈ ചേട്ടൻ എല്ലാ കടകളിലും ഇതുപോലെ പേപ്പറൊക്കെ നല്ല രീതിയിൽ നല്ല അക്ഷരസ്ഫുടതയോടുകൂടിയാണ് ഈ ചേട്ടൻ വായിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് പഴയ കാലത്തെ ഓർമ്മ വരും. കണ്ണ് കാണാത്ത കണ്ണിന്റെ കാഴ്ച കുറയുന്ന ആൾക്കാർ കണ്ണട എടുത്തില്ലെങ്കിൽ ഇത് പിന്നെ ചേര വന്നാൽ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ പൗത്രൻ ചേട്ടൻ വായിക്കുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യാം. പത്രം ഓരോരോ കടകളിലുണ്ടാവും. അങ്ങനെയുള്ള കടയിലാണ് കടയുടെ ഭാഗത്തേ നിൽക്കുള്ളൂ. അവിടെ നല്ല തിരക്കുണ്ടാവും. ചായ കുടിക്കാനൊക്കെ ആൾക്കാർ വരും. അപ്പൊ അവിടെ നിന്നിട്ടാണ് പത്ര വായന. എനിക്ക് 9ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം. പിന്നെ ജോലിയൊക്കെ ഒന്നും എടുത്തില്ല. അങ്ങനെ നിന്നുപോയി. സാമ്പത്തിക തകർച്ചയാണ് കാരണം. സന്തോഷം കൊണ്ടും എനിക്ക് സങ്കടം വരും. സങ്കടമുള്ള ദുഃഖകരമായ വാർത്തകൾ വായിക്കുമ്പോഴും സങ്കടം വരും. അപ്പോൾ വായനയുടെ ശൈലി കുറയും. ആ സങ്കടത്തോടുള്ള വായനയായിരിക്കും. കണ്ണീരൊക്കെ വരും. എൻ്റെ മനസ്സ് ആത്മാവിലും പ്രകൃതിയിലും അകത്തും പുറത്തും അന്തർമുഖമായും ബഹിർമുഖമായും അലയുന്ന എൻ്റെ മനസ്സിൻ്റെ ഈ അവസ്ഥ എന്താണ്? ഇത് സ്വാതന്ത്ര്യമോ അതോ ബന്ധനമോ? എന്നും വായിച്ചുകൊണ്ടേയിരിക്കണം. അത് തന്നെയാണ്. പത്രമില്ലാത്ത ദിവസങ്ങളിൽ തലേ ദിവസത്തെ പത്രം വായിക്കും. വീട്ടിലും വായിക്കുകയാണെങ്കിൽ അത് ഉറക്കനെ തന്നെയായിരിക്കും വായന. മഴ വരുമ്പോൾ ഇത് വായിക്കേണ്ട, ചിലപ്പോൾ മഴ കൊള്ളാതെ വായിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ഉള്ളവർ അതേമാതിരി തന്നെയാണ് വായന. പിന്നെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്. ഹൃദ്രോഗം ചെറുതായിട്ടുണ്ട്. എന്നാലും വായിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പത്രം വായിക്കുന്നത് പൂനം മാവിലും കൈതാരം സർവീസ് ബാങ്കിൻ്റെ പരിസരത്ത് നിന്നും അതോടൊപ്പം കോതകുളം പള്ളിക്ക് സമീപവും ചായക്കടകൾ ആൾക്കൂട്ടമുള്ള ചായക്കടകളുടെ വാതിക്ക് നിന്നിട്ടാണ് പത്രം വായന. ഇത് കേൾക്കാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും. ഒരു ദിവസം ഒരു 3-4 പത്രം വായിക്കും. ഇപ്പം ഓരോ തരത്തിലുള്ള പത്രം. ഇപ്പം മാധവം വായിച്ചാൽ വടക്ക് പോയി വായിക്കുന്നത് മനോരമയായിരിക്കും. പിന്നെ ദേശാഭിമാനി, പിന്നെ കേരളമുണ്ട്. ഇങ്ങനെയാണ് പോകണം. അത് നിന്നാ വായിക്കുള്ളൂ. ഇരിക്കൂല. ഇന്ന് വായിക്കാനൊക്കെ ചിലർ വരും, കസേരക്ക് കൊണ്ടുപോയിട്ട് വരും, വേണ്ടാന്ന് പറയും. നിൽക്കേ ഉള്ളൂ. നിന്ന് വായിക്കും. വെള്ളമൊന്നും കുടിക്കൂല. അതിന് ശേഷമൊക്കെ വെള്ളം കുടിക്കണം. ശബ്ദത്തിന് ഇതേവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആദ്യം വായിച്ചിരുന്നപ്പോൾ ഉള്ള ശബ്ദമല്ല ഇപ്പോൾ വരുന്നത്. കണ്ണട വയ്ക്കാതെ തന്നെയാണ് വായിക്കുള്ളൂ. ഒരു കുഴപ്പവും ഇതേവരെയും സംഭവിച്ചിട്ടില്ല. അതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എഡിറ്റോറിയൽ പേജാണ് ആദ്യം നോക്കുന്നത്. ഏത് പത്രം കിട്ടിയാലും ആദ്യം എഡിറ്റോറിയലേ നോക്കുള്ളൂ. അതിന് ശേഷമാണ് ഹെഡിങ് നോക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫ്രണ്ട് പേജ്, ഈ ഉൾപേജ് മുഖപത്രത്താൾ വായിച്ചതിന് ശേഷമാണ് ഫ്രണ്ട് പേജിലെ വാർത്തകൾ വായിക്കുന്നത്. അത് വായിച്ചതിന് ശേഷം നാട്ടുവിശേഷങ്ങൾ വായിക്കും. നാട്ടുവർത്തമാനം. ഒരു പത്രം വായിക്കുന്നതിന് 2.5 മണിക്കൂറെങ്കിലും വേണം. സാമ്പത്തികപരമായിട്ട് ഒന്നുമില്ല, പിന്നോക്കമാണ്. ആ ജോലി ഇപ്പോൾ ഒരു ജോലിയൊന്നുമില്ല. ഒരു
ഇപ്പോൾ ഒരു 5-6 വർഷമായി ഇല്ല. ഒരു ചെറിയൊരു കൂനമ്മാവിലാണ് അവിടെ ഒരു ഡോക്ടറുടെ ഹെൽപ്പറായിട്ട് ഇരുന്നിരുന്നു. അത് അന്ന് 500 രൂപയാണ് തന്നിരുന്ന. സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വരുമാനം അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ പത്രം വായിക്കുമ്പോൾ എവിടെയെങ്കിലും ചായ കുടിക്കാനൊക്കെ പറയും. പിന്നെ ഇതേമാതിരി ആൾക്കാരായിട്ടൊക്കെ ബന്ധമുള്ളത് കൊണ്ട് എവിടെ ചെന്നാലും ഒരു ദിവസമെങ്കിലും നമുക്ക് ചായക്കൊന്നും ബുദ്ധിമുട്ട് വരില്ല. ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും. ഏകദേശം ഇപ്പം എനിക്ക് 73 വയസ്സായി. എനിക്ക് ഇനിയും വായിക്കണമെന്ന് തന്നെയാണ്. ഒരു അരനൂറ്റാണ്ടല്ല, ഒരു ജീവിതകാലം മുഴുക്കനും എനിക്ക് വായിക്കണമെന്ന് തന്നെയാണ്. ഇങ്ങനെ പോകണം, മരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ വായിച്ചുകൊണ്ട് പോകണം. ഈ നാട്ടിൽ നിന്നും പിരിഞ്ഞു പോണേക്ക് മുമ്പ് നമ്മൾക്ക് ഇത് വായിച്ച് തന്നെ മുന്നേറണം എന്നുള്ളതാണ്. അപ്പോൾ ജീവിതം എവിടം വരെയും എവിടെ ചെന്ന് അവസാനിക്കുന്നു അതുവരെയും വായിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിരിക്കുന്നത്. P.K. പവിത്രൻ, പടേശമ്പറമ്പ് വീട്ടിൽ താമസം, കൈതാരം, നോർത്ത് പറവൂർ. ഞാൻ 49 വർഷമായി പല ഭാഗങ്ങളിലും കൈതാരത്തും കൈതാരം ബ്ലോക്ക് പടിയിലും കൂനമ്മാവിലും പറവൂരിലും പല പ്രദേശങ്ങളിലും ആൾക്കൂട്ടമുള്ള കവലകളിൽ നിന്ന് ജനങ്ങൾ കേൾക്കത്തക്ക വിധത്തിലെ ഒച്ചത്തിൽ പത്രവായന നടത്തുകയാണ്. ജീവിത അവസാനം വരെ എൻ്റെ ഈ വായന തുറന്നുകൊണ്ടേയിരിക്കും.